ഇതൊരു പെർഫെക്റ്റ് ഡേ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആയിരിക്കണമെന്നില്ല. കുറേ നാളായി ഞാൻ യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 2-3 വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തൊക്കെ വെച്ച് അവസാനമാകുമ്പോൾ എനിക്ക് എന്തോ ഒരു തൃപ്തിയാവാണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെ വെച്ചതാണ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല പല മിസ്റ്റേക്കുകളും പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. എനിവേ സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. അപ്പോൾ വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് സമ്മർ വെക്കേഷനാണ്, 2 മാസം ഉണ്ട് അവധി. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് വെക്കേഷൻ സമയത്ത് കുട്ടികളായിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളത്. അപ്പോൾ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ലാസ്റ്റ് ഇയർ നമ്മൾ നാട്ടിൽ പോയിരുന്നതുകൊണ്ട് അതിന് പറ്റിയില്ല. അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളെ വീട്ടിലേക്ക് ആക്കിയിട്ട് ജോലിക്ക് പോകുന്ന പാരൻസിന് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കഴിഞ്ഞ ദിവസം ജിബിയുടെ നീ ഒന്ന് ഫ്രാക്ചർ ആയിട്ടൊരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാറായിട്ടില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും പിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എയർപോർട്ട് ഫ്രീ സോണിലാണ് ജിബി വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ നിന്നൊരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഓഫീസിലേക്ക് പോയി വരാം. കുട്ടികളുടെ സമ്മർ വെക്കേഷന് നമ്മളൊരു സമ്മർ റുട്ടീൻ ഫോളോ ചെയ്യാറുണ്ട്. അവർ ഒരു ദിവസം ചെയ്യേണ്ട ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ളൊരു റുട്ടീനാണിത്. അല്ലെങ്കിൽ ഇവർ ഫുൾ ടൈം ടിവിയും ഐപാഡും ഒക്കെ ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോപ്പർ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യിപ്പിക്കുന്നത്. ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന റുട്ടീനൊന്നുമല്ല. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയൊരു റുട്ടീനാണ്. അപ്പോൾ അവരുടെ ഐപാഡ് ടൈമും ടി വി ടൈമും ഒക്കെ നമ്മൾ 1 മണിക്കൂറാക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റഡി ടൈമും ഒരു ആക്ടിവിറ്റി ടൈമും ഒരു പ്ലേ ടൈമും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയൊരു റുട്ടീനാണ്. ഇവർക്കിപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ തന്നെയും തിരിച്ച് മാത്രമൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവർക്ക് എക്സാമാണ് ഉള്ളത്. സമ്മർ റുട്ടീൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ചിലവർ ചോദിച്ചു മോളുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന്. ഹോളിഡേ ഹോംവർക്കായിട്ട് കുറേ വർക്ക്ഷീറ്റുകൾ സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് കളർ ചെയ്യാനും നമ്പർ എഴുതാനും കൗണ്ട് ചെയ്യാനും പേപ്പർ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കുഞ്ഞു വർക്ക്ഷീറ്റുകളാണ്. അപ്പോൾ ഈ 2 മണിക്കൂർ മോൾ ആ ആക്ടിവിറ്റീസാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ആ ഹോളിഡേ ഹോംവർക്ക് അത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. കുട്ടികൾക്ക് വെക്കേഷൻ ആണെങ്കിലും ഇവിടെ ചൂടൊക്കെ ആയതുകൊണ്ട് പുറത്തു പോയി കളിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്കവാറും വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഇതുപോലത്തെ ആക്ടിവിറ്റീസും വീട്ടിലെ കുറേ പണികളും കുറച്ച് നേരം വെറുതെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു റുട്ടീനാണ് സെറ്റാക്കാറ്. ആയിട്ട് ഫോളോ ചെയ്യേണ്ട റുട്ടീനല്ല, റിലാക്സ് ആയിട്ട് എന്നാൽ തന്നെ കുറച്ച് റുട്ടീനോട് കൂടി തന്നെ വെക്കേഷന് കൊണ്ടുപോവുകയാണ് എപ്പോഴും നല്ലത്. നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോകുന്നതുകൊണ്ട് ഓരോ ദിവസവും ഓരോരോ പ്ലാനൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ദുബായിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വയറ്റ് ടൈം എന്ന് പറയുന്നൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ വെറുതെ ഇരിക്കേണ്ട ഒരു സമയമാണ്. അന്നിപ്പോൾ ഇവർക്ക് ബാഡ്മിൻ്റൺ ഉള്ള ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഇന്ന് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ റെഡി ആവുന്ന സമയത്ത് പോയിട്ട് ഞാൻ ജിബിനെ പിക്ക് ചെയ്തിട്ട് വന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ സ്കേറ്റിങ്ങിനും മാത്രം ബാഡ്മിൻ്റനും ആണ് ജോയിൻ ചെയ്തേക്കുന്നത്. തിരിച്ച് നമ്മൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലെത്തുക. പിന്നെ അവരുടെ കുളിയും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ ടി വി ടൈം. അപ്പോൾ ആ ടി വി ടൈമിൻ്റെ സമയത്ത് ഞാൻ വേഗം ജിമ്മിലേക്ക് വന്നു. ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേണിയിലാണ്. അപ്പോൾ കൃത്യമായിട്ട് ജിമ്മും ഡയറ്റും ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഇത് മലായി ചിക്കൻ എയർ ഫ്രൈ ചെയ്തതാണ്. ഇന്നിപ്പോൾ മറ്റൊരു സന്തോഷം, ഇന്നിപ്പോൾ സെമി ഫൈനലുള്ള ദിവസമാണ്. കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കളി കാണാനായിട്ട്. ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഫൈനൽസൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ അർജൻറ്റീന അവസാന നിമിഷം ഗോൾ അടിച്ച് ഫൈനൽസിലെത്തി. അതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.